അങ്ങനെ അസിയും ഈ കഴിഞ്ഞ ദിവസം ഔട്ടായിരിക്കുകയാണ്. അതിന്റെ റീസൺ ജഡ്ജസ് പറഞ്ഞത്, അതായത് റിയാസ് പറയുന്നത്, വേണ്ടത്ര അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അത്രയും തന്നെ കളിയിലേക്ക് വന്നില്ല ഈ അസി എന്ന് പറഞ്ഞത്. അതായത് അസിയിൽ ഒരു പ്രതീക്ഷ ഇവര് വളരെയേറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ വളരെ ആക്റ്റീവായിട്ട്, ആദ്യമൊക്കെ വളരെ നല്ല ആക്റ്റീവായിട്ട് തോന്നിയിരുന്ന അസി പിന്നീട് ഇവർക്ക് വേണ്ടത്ര തന്നെ കാര്യമായിട്ട് അതിലേക്ക് വന്നില്ല എന്നുള്ള റീസണോട് കൂടിയാണ് ഈ അസിയോട് ഔട്ടായ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അസി അത് ഇതേ രീതിയിലെടുത്തു. വളരെ നല്ല രീതിയിലാണ് അസിയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. അതായത് അസി പറയുകയാണ്, യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അസി പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. ചിലർക്ക് ശരിയാവാം. അപ്പൊ റീസൺ ചോദിക്കുമ്പോ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ അസി. അസി പറയുകയാണ്, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, എന്റെ ശരിയായില്ല. അപ്പൊ അങ്ങനെയാണ്, അത്ര വളരെ നല്ല രീതിയിലാണ് ഈ വേദിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഈ അസിയിൽ നിന്ന് ലഭിച്ചത്. അത് ജഡ്ജസിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെയും അത് അതിൻ്റെതായ ഒരു രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാരണം ചില ആൾക്കാര് എത്ര ഇമോഷണൽ ആയിട്ടാണ് ഔട്ട് ആകുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക, അതുപോലെ വളരെ വികാരാധീനമായിട്ടൊക്കെ മറുപടി പറയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അസിയെ നമുക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാനുള്ള സത്യത്തിൽ തോന്നി. കാരണം അത്ര അധികം വളരെ ഒരു റെസ്പെക്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവരെ തന്നെ കുറ്റപ്പെടുത്തുക, അതായത് ജഡ്ജസിനെ ആണെങ്കിലും തന്റെ ക്യാപ്റ്റനെ വരെ കുറ്റം പറയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വളരെ നാടകീയമായിട്ടൊക്കെയുള്ള അഭിനയം പോലെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിച്ച പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് വളരെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മുടെ അസി പ്രതികരിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള ഓരോ ബിഗ് ബോസിന്റെ ഓരോ വേദികളും അല്ലെങ്കിൽ അപ്പൊ ഇതുപോലെയുള്ള ഒരു എപ്പിസോഡ് നമുക്ക് പുതുതായിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അസൂയപ്പുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ ഒരു വളരെ ഗൗരവമാർന്നിട്ടുള്ള ഒരു മത്സരങ്ങളും, അതുപോലെ നമുക്കറിയാം ഇപ്പോഴത്തെ ജഡ്ജ്മെന്റ് നമുക്ക് വളരെ അധികം, അതായത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു അവിടെ ഒരു മാനേജ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വേദി നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഓരോ ബിഗ് ബോസിലെ ഓരോ പരിപാടിയും നമ്മൾ അനുദിനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആകാംക്ഷാഭരിതമായിട്ട് തന്നെ നോക്കിക്കാണുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.